Hello guys, ROADOGRAM പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയങ്ങളിൽ മഴ പെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ മഴ പെയ്യുന്ന വെള്ളം നമ്മുടെ ഗ്ലാസ്സുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് വൈപ്പറുമായിട്ട് ലിങ്ക് ആവാണ്ട് വരും. വൈപ്പ് ഇടുന്ന സമയത്ത് പോലും നമ്മൾ ഗ്ലാസ്സിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്നതുകൊണ്ട് നമ്മുടെ വിഷൻ ബ്ലർ ആവാൻ ചാൻസ് ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് രാത്രി കാലഘട്ടങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്നവർ. അപ്പം ഞാൻ ഇതുപോലെ രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ വെള്ളം നമ്മുടെ ഗ്ലാസ്സിന് മുകളിൽ ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് നമ്മുടെ സഞ്ചാരപാതയെ തന്നെ നമുക്ക് ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് കണ്ടു. അപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടതിൻ്റെ പ്രകാരം നമ്മളിങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു. ഹൈ പ്രൊട്ടക്ഷൻ ക്യുക്ക് കാർ സെറാമിക് കോട്ടിംഗ് സ്പ്രേ, കാർ വാക്സ് പോളിഷ് സ്പ്രേ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. 699 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എന്താ സംഭവം എന്ന് അറിയണമല്ലോ. അത് ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനൊരു ലിക്വിഡാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് രണ്ട് ലിക്വിഡാണോ ഒരു ലിക്വിഡാണോ നോക്കണം. അതെ, ഒരു ലിക്വിഡാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. അപ്പം അവരത് അയച്ച് തന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ യൂസർ മാനുവലില്ല. അപ്പോൾ നമ്മൾ അന്ന് വീഡിയോ കണ്ടതിൻ്റെ ഓർമ്മ വെച്ച് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഗ്ലാസും അതുപോലെ തന്നെ വണ്ടിയുടെ ബോഡി നമുക്ക് ഇതുപോലെ റബ്ബ് ചെയ്ത് സെറ്റാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് 3 in 1 എന്നാണ് പറയുന്നത്, ഹൈ പ്രൊട്ടക്ഷൻ ക്യുക്ക് കോട്ടിംഗ് സ്പ്രേ. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ എക്സ്റ്റീരിയർ ബോഡി എല്ലാം ഈ ഒറ്റ പ്രൊഡക്റ്റ് വെച്ചിട്ട് യൂസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാം. നന്നായിട്ട് ഒരു അടപ്പൊക്കെ ഇട്ടാണ് കൊടുത്തത്. കണ്ണിലൊന്നും പോലെ കേട്ടോ, സൂക്ഷിച്ച് പറക്കണം. സംഭവം കുറച്ച് ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയൽ ലിക്വിഡാണ്. ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ 60 ദിവസത്തോളം നിൽക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ യൂസ് നോക്കിയിട്ട് പറയാം എന്തായാലും. എൻ്റെ വീട്ടിൽ ഇത് വെള്ളം തേച്ച് തുടക്കാനായിട്ട് കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഡൗട്ടുണ്ട് എന്തായാലും. അപ്പോൾ എൻ്റെ കറക്റ്റായിട്ട് വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ആ വീഡിയോ കണ്ടതിൻ്റെ പ്രകാരമാണ്, അല്ലെങ്കിൽ ആഡ് കണ്ടതിൻ്റെ പ്രകാരമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്ത് നോക്കണം. നമുക്ക് എന്നിട്ട് വാട്ടർ ഇട്ടിട്ടൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മൾ മൊത്തത്തിലത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നാലും മെയിനായിട്ട് നമുക്ക് ഈ ഇഷ്യൂ വരുന്നത് ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് ഈ സൈഡിൽ കൂടെ ഈ മിറർ നോക്കുന്ന സമയത്തും ബാക്ക് നോക്കുന്ന സമയത്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഫ്രണ്ട് ഗ്ലാസ്സാണ് മെയിനായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ നമ്മുടെ ഡോർ ഗ്ലാസിൻ്റെ സൈഡ് പോർഷനാണ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമ്മൾ ഏകദേശം മൊത്തം തേച്ചിട്ടുണ്ട്. ഇത് സെൻട്രൽ ലൈനിൻ്റെ മാർക്കിങ്ങാണ് നമ്മൾ ഇട്ട് വെച്ചത്. നമ്മൾ ഏകദേശം നല്ല റബ്ബ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിസൾട്ട് നോക്കാം എന്തായാലും. അപ്പോൾ നമ്മുടെ മിറർ കൂടെ നമുക്കൊന്ന് ജസ്റ്റ് തുടച്ച് കൊടുത്ത് നോക്കാം. അതുപോലെ തന്നെ ഈ ഗ്ലാസ്. അപ്പോൾ നമ്മൾ ഈ 2 സൈഡ് ഗ്ലാസ്സിലാണ് ഇത് തേച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ 2 തേച്ചിട്ടുള്ളൂ, ബാക്കിൽ തേച്ചിട്ടില്ല. നമുക്ക് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേക്കാതിരിക്കുന്നത്. വ്യത്യാസം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സംഭവം ഏകദേശം തേച്ച് സെറ്റാക്കിയിട്ട് ഇപ്പം ഒരു 5-10 മിനിറ്റായി. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിലവിൽ അവർ വീഡിയോ കാണിച്ചതിൻ്റെ ആ ഒരു പ്രയോജനം ഇതിനകത്തില്ല. നമ്മുടെ കാശ് പോയി ഗൈസ്. ഇവർ പറഞ്ഞ പോലെ ഈ ചേമ്പലയുടെ മുകളിൽ കൂടെ വെള്ളം മഞ്ഞ കണക്ക് തെറിച്ച് പോരുമെന്നാണ് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടിരുന്നത്. അപ്പോൾ 699 രൂപ ഗോവിന്ദ. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇൻറ്റീരിയറൊക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഗ്ലാസ്സിൽ നമുക്ക് മെയിൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തായാലും അവർ കാണിച്ച പ്രകാരം നമ്മൾ ഈ പുതിയ കുടയൊക്കെ മേടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ വെള്ളം ചാടി കഴിയുമ്പോഴത്തേക്കും ആ വെള്ളത്തുള്ളി പോകണമെന്നൊക്കെ ഈ ഗ്ലാസ്സിന് മുകളിൽ നിന്ന് പോരുമെന്നാണ് അവർ കാണിച്ചത്. പക്ഷേ കാശ് പോയി. അപ്പം നമ്മൾ ഇതുപോലെയുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ ചെന്ന് ചാടാണ്ടിരിക്കുക. മാക്സിമം നമ്മൾ കടകളിൽ ചെന്ന് സാധനം മേടിക്കുക. കൊണ്ടുവന്നേ കട്ട് ചെയ്ത് വേണ്ട. പിന്നെ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഈ ഗ്ലാസ് ഞാൻ ഫുള്ള് തേച്ചാണ്, ആ പ്രൊഡക്റ്റ് തേച്ചാണ് ഗ്ലാസ് ബാക്കിലേക്ക് വയ്ക്കുക.
ഈ ഗ്ലാസ്സിൽ തേച്ചാണ്, അതുപോലെ ഈ ഗ്ലാസ് തേക്കാത്തതാണ്. ഇത് തമ്മിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഒന്നുമല്ല. തേക്കാത്ത ഗ്ലാസ്സിൽ കുറച്ചുകൂടെ വെട്ടോ അല്ലേ? ഇവിടെ ഞാൻ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തതാണ്, അവിടെ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ വെള്ളം നിൽക്കുന്നുമില്ല. അതെ, അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഹൈ പ്രൊട്ടക്ഷൻ ക്വിക്ക് കോട്ടിംഗ് സ്പ്രേ. ഇതിപ്പോൾ അവർ പരസ്യത്തിൽ കാണിച്ചത് ഗ്ലാസ് ക്ലീൻ ചെയ്യാനാണ്, നമ്മളത് കണ്ടിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ബ്രോഷറിൽ വന്നിരിക്കുന്നത് കാർ വാക്സ് പോളിഷ് സ്പ്രേ, സെറാമിക് കോട്ടിംഗ് സ്പ്രേ, ഹൈ പ്രൊട്ടക്ഷൻ. ഇത് സെറാമിക് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മളെ വീഡിയോ കണ്ട് ഓർഡർ ചെയ്ത ഐറ്റംസ് അല്ല അവർ അയച്ചേക്കണം തോന്നുന്നു. എന്തായാലും ഇതിന് നമ്മൾ 5 കൊടുക്കുന്നത്. 10 പൈസയ്ക്കില്ലാത്ത പ്രൊഡക്റ്റാണ് ഗ്ലാസ്സിൽ. അപ്പോൾ ആരും മേടിച്ച കാശ് കളയരുത്. ഹൈ പ്രൊട്ടക്ഷൻ ക്വിക്ക് കോട്ടിംഗ് സ്പ്രേ 3 in 1 എന്നൊക്കെ ഒരു കൊടുത്തിട്ടുണ്ട്, കാശ് കളയരുത് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനലൊക്കെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒക്കെ ഫ്രണ്ട്സ് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള തട്ടിപ്പുകളിൽ പോയി ചാടാണ്ടിരിക്കുക. ഓക്കെ.